നമസ്കാരം. ഭാരതത്തിന്റെ ഭൂമിയിൽ ഒളിഞ്ഞു കിടക്കുന്ന സ്വർണ്ണനിധിയെക്കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാം കേൾക്കുന്നുണ്ട്. രാജസ്ഥാന് പിന്നാലെ ഇപ്പോൾ ഒഡീഷയിലും വൻ സ്വർണ്ണ ശേഖരം കണ്ടെത്തി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ഈ സ്വർണ്ണ ശേഖരം ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരിക? രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ ഇതെങ്ങനെ മാറ്റിമറിക്കും? നമുക്ക് ഈ വിഷയങ്ങളെ കുറിച്ചെല്ലാം ഒന്ന് വിശദമായി പരിശോധിക്കാം. ഒഡീഷയിലെ കണ്ടെത്തൽ രാജസ്ഥാൻ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാതുക്കളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഒഡീഷ. ഇവിടെയാണ് ഇപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനങ്ങളിൽ വൻ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത്. ഒഡീഷയിലെ ദിയോഗർ, സുന്ദർഗർ, നബരംഗ്പൂർ, കിയോഞ്ചർ, അങ്കുൽ, കൊറാപ്പൂട് തുടങ്ങിയ 6 ജില്ലകളിലാണ് സ്വർണ്ണ ശേഖരം കണ്ടെത്തിയത്. സംസ്ഥാന ഖനന മന്ത്രി വിഭൂതി ഭൂഷൺ ജന നിയമസഭയിൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇവിടെ എത്ര സ്വർണം ഉണ്ടാകും എന്നതിനെ കുറിച്ച് കൃത്യമായ കണക്കുകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. എങ്കിലും 10 മുതൽ 20 മെട്രിക് ടൺ വരെ സ്വർണ്ണ നിക്ഷേപം ഉണ്ടായേക്കാമെന്നാണ് പ്രാഥമിക കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നത്. 1 മെട്രിക് ടൺ എന്നാൽ 1000 കിലോഗ്രാം ആണ്. അതായത് ഏകദേശം 10,000 മുതൽ 20,000 കിലോഗ്രാം സ്വർണം ഇവിടെ ഉണ്ടായേക്കാം. ഈ പ്രദേശങ്ങളിൽ ഖനനം തുടങ്ങാനുള്ള ശ്രമങ്ങൾ ഒഡീഷ സർക്കാരും ഒഡീഷ മൈനിങ് കോർപ്പറേഷനും ചേർന്ന് ആരംഭിച്ചിട്ടുണ്ട്. ദിയോഗറിലെ സ്വർണ്ണഖനി ലേലം ചെയ്യാനുള്ള നീക്കങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ഒഡീഷയിലെ ആദ്യത്തെ ധാതു നിക്ഷേപമല്ല. ഭാരതത്തിലെ മൊത്തം ക്രോമൈറ്റിന്റെ 96%, ബോക്സൈറ്റിൽ 52%, ഇരുമ്പിന്റെ 33% ഒഡീഷയിലാണ് ഖനനം ചെയ്യുന്നത്. സ്വർണ്ണ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കണ്ടെത്തലുകൾ സംസ്ഥാനത്തിനും രാജ്യത്തിനും വലിയ സാമ്പത്തിക മുന്നേറ്റം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജസ്ഥാനിലെ സ്വർണ്ണ ശേഖരം ഒഡീഷയിലെ ഈ കണ്ടെത്തലിനു മുൻപ് രാജസ്ഥാനിൽ സമാനമായ രീതിയിൽ വൻ സ്വർണ്ണ ശേഖരം കണ്ടെത്തിയതാണ്. രാജസ്ഥാനിലെ ബൻസ്വാര ജില്ലയിലെ ജഗ്പുര, ഭൂഗിയ, കങ്കാരി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വൻ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത്. 1990-91 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഈ പ്രദേശങ്ങളിൽ സ്വർണ്ണ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. നടത്തിയ സർവേകൾ പ്രകാരം 1 ടൺ അയിരിൽ നിന്നും ഏകദേശം 1.945 ഗ്രാം സ്വർണം ലഭിക്കുമെന്നാണ് കണക്ക്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശങ്ങളിൽ ഏകദേശം 120 ടൺ സ്വർണം ഉണ്ടായിരിക്കാമെന്ന് വിദഗ്ധർ പറയുന്നു. ഇത് 10,000 കോടി രൂപയുടെ വരുമാനമാണ് നമ്മുടെ രാജ്യത്തിന് നേടിത്തരിക. ഇവിടെയുള്ള പാറകൾ ഏകദേശം 2 മുതൽ 3 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ടതാണ്. കർണാടകയിലെ പ്രശസ്തമായ കോലാർ സ്വർണ്ണ ഖനിയിലെ പാറകൾക്ക് സമാനമായ വോൾക്കാനിക് സെഡിമെന്ററി പാറകളാണിവ. ഭൂഗർഭത്തിൽ നിന്നും ഉയർന്ന താപനിലയിലുള്ള ജലം ഈ പാറകളിലെ വിള്ളലുകളിലൂടെ ഒഴുകി സ്വർണവും മറ്റ് ധാതുക്കളും നിക്ഷേപിച്ചു. ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന ഈ പ്രക്രിയയാണ് ഈ വൻ സ്വർണ്ണ ശേഖരത്തിന് കാരണമായത്. ഇന്ത്യയുടെ ഭാവിയും സാമ്പത്തിക രംഗവും ഇത്തരത്തിലുള്ള സ്വർണ്ണ ശേഖരങ്ങൾ കണ്ടെത്തുന്നത് കൊണ്ട് രാജ്യത്തിന് എന്താണ് നേട്ടമെന്ന് ഇനി വ്യക്തമാക്കി തരാം. ഒന്നാമതായി, ഇത് സർക്കാരിന് വലിയ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാൻ നൽകും. പിന്നെ ഈ ഖനികളിൽ നിന്നും ലഭിക്കുന്ന വരുമാനം രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാം. രണ്ടാമതായി, പുതിയ സ്വർണ്ണ ഖനികൾ തുറക്കുന്നതിലൂടെ വലിയ തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഈ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യും. കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് നിലവിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്വർണ്ണ ഉൽപാദകർ. ഈ പുതിയ കണ്ടെത്തലുകളിലൂടെ രാജസ്ഥാൻ, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളും സ്വർണ്ണ ഉൽപാദനത്തിൽ മുൻനിരയിലേക്ക് വരും. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.